ഹേ ഗൈസ്, ഇന്ന് ഞാൻ കാണിക്കാൻ പോണത് ഹാഫ് കെ ജി കേക്കിനെ പറ്റിയ വാനില സ്പോഞ്ചിൻ്റെ റെസിപ്പി വീഡിയോ ആണ്. ഫസ്റ്റ് തന്നെ നമ്മൾ പഞ്ചസാര പൊടിച്ചു മാറ്റി വെക്കണം. എന്നിട്ട് വേറൊരു ബൗളിലേക്ക് 1/2 കപ്പ് മൈദ, 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, ഒരു നുള്ളുപ്പായിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് മാറ്റി വെക്കണം. ഇത് 3-4 തവണ അരിച്ചെടുക്കണം. ഞാനിവിടെ ഒരു തവണ അരിച്ചെടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്താണ് മാറ്റി വെക്കുന്നത്. ഈ വീഡിയോയിൽ വാനില സ്പോഞ്ച് കേക്ക് ഓവൻ യൂസ് ചെയ്യാതെ ബേക്ക് ചെയ്യുന്ന രീതിയാണ് ഞാൻ കാണിക്കുന്നത്. പിന്നെ ഒരു ബൗളിലേക്ക് നമുക്ക് 2 മുട്ടയാണ് വേണ്ടത്. 2 മുട്ട പൊട്ടിച്ച് വെച്ച് 1/2 ടീസ്പൂൺ വാനില എസൻസ് ഒഴിച്ച് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കണം. ഞാനിവിടെ ഫിലിപ്സിൻ്റെ ഇലക്ട്രിക് ബീറ്ററാണ് യൂസ് ചെയ്യുന്നത്. ഇത് യൂസ് ചെയ്തിട്ട് ഞാൻ ഡീറ്റെയിൽഡ് റിവ്യൂ പറയാവേ. ഇതൊന്ന് പതഞ്ഞ് വരുമ്പോഴത്തേക്ക് നമുക്ക് ഇതിലോട്ട് പൊടിച്ച പഞ്ചസാര കുറച്ചായിട്ട് ചേർത്ത് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കണം. നല്ല ഫ്ലഫി ആയിട്ട് വരുന്നത് വരെ ബീറ്റ് ചെയ്ത്. പഞ്ചസാര ചേർക്കുമ്പം കട്ട പിടിക്കാതെ ശ്രദ്ധിക്കുക. നമ്മൾ പൊടിക്കാത്ത പഞ്ചസാരയാണ് ചേർക്കുന്നതെങ്കിൽ നന്നായിട്ട് മെൽറ്റ് ആവുന്ന വരെ ബീറ്റ് ചെയ്തെടുക്കണം. ബിഗിനേഴ്സൊക്കെ ആണെങ്കിൽ 2 ടീസ്പൂൺ വീതം ചേർത്ത് വേണം മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഇവിടെ നന്നായിട്ട് ബീറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 1/4 കപ്പിൻ്റെ പകുതി സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കാം. സൺഫ്ലവർ ഓയിൽ മാത്രമേ യൂസ് ചെയ്യാവൂ. കോക്കനട്ട് ഓയിലോ പാം ഓയിലോ ഒന്നും യൂസ് ചെയ്യാൻ പാടില്ല. അതുപോലെ തന്നെ സൺഫ്ലവർ ഓയിൽ ചേർത്തതിന് ശേഷം ചെറുതായിട്ടൊന്ന് മിക്സ് ആവുന്ന വരെ ബീറ്റ് ചെയ്തെടുക്കാവൂ. ഓവർ മിക്സ് ആയി കഴിഞ്ഞാൽ കേക്ക് കുഴിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറച്ചായിട്ട് ചേർത്ത് ഓവർ മിക്സ് ആവാത്ത രീതിയിൽ മിക്സ് ചെയ്ത് മാറ്റി വെക്കാം. ഇതിൻ്റെ ഇടയ്ക്കൂടെ ഓൾട്ടർനേറ്റ് ആയിട്ട് പാലും കൂടെ ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ 1/4 കപ്പിൽ പകുതിയിലും പാലേ എടുത്തിട്ടുള്ളൂ. അപ്പം ഇത് രണ്ടും ഇടയ്ക്കിടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഒരു റിബൺ കൺസിസ്റ്റൻസി ആവുന്നത് വരെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഓവർ മിക്സ് ആവാൻ പാടില്ല. ഞാനിവിടെ ഹൈറ്റ് ഉള്ളൊരു കേക്ക് ടിനാണ് എടുത്തേക്കുന്നത്. 5 ഇഞ്ചിൻ്റെ കേക്ക് ടിനാണ് എടുത്തേക്കുന്നത്. ഇനി ഇതിലേക്ക് നമുക്ക് മിക്സ് ഒഴിച്ചു കൊടുക്കാം. പ്രീഹീറ്റ് ചെയ്ത പാനിലേക്കാണ് ഞാനിപ്പോൾ ഇറക്കി വെച്ച് കൊടുക്കുന്നത്. അടികട്ടിയുള്ള പാത്രത്തിൽ വെക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മുടെ സ്പോഞ്ച് കേക്ക് ഇതാ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. 30 മിനിറ്റാണ് ഞാൻ ബേക്ക് ചെയ്യാൻ എടുത്ത ടൈം. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. അപ്പോൾ അടുത്ത വീഡിയോ വരാം.